ഓണം എക്സാമിന് ഇങ്ങനെ പഠിച്ചാലാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയത് എന്ന് പല കുട്ടികളും പറഞ്ഞു. അത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് മക്കൾക്ക് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്, സാർ എന്താണ് ഈ സൂപ്പർ ബാച്ച് എന്നുള്ളത്? മക്കളെ, നമ്മളെ ഈ പറയുന്ന ഏത് ക്ലാസ്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ക്ലാസ്സിൽ ടോപ്പറായ പല കുട്ടികളും നമ്മുടെ സൂപ്പർ ബാച്ചിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തെളിഞ്ഞൊരു കാര്യം. എന്താണ്, എങ്ങനെയാണ് ഈ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത് ഒറ്റ കാര്യമാണ്. കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ കമന്റ് ബോക്സിൽ പോയിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ ഞങ്ങളെ പൈസ ഇപ്പൊ നിങ്ങളുടെ പൈസ പോകുന്ന പരിപാടി അങ്ങനത്തെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ മെന്റർഷിപ്പുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് സെഷനുകൾ, ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടുക? എങ്ങനെയായിരിക്കും നമുക്ക് ഈ പറയുന്ന ഓണം എക്സാമിന് ടോപ്പ് മാർക്ക് വാങ്ങാൻ? ആദ്യം മക്കൾ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓരോ ഇതിൻ്റെയും ചാപ്റ്റർ ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട കാര്യം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററുകളാണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ ബേസിക് സയൻസ് ആവട്ടെ, അടിസ്ഥാന ശാസ്ത്രം ആവട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ ആദ്യത്തെ 3 ചാപ്റ്ററാണ് ഉള്ളത്. ഞാൻ കറക്റ്റ് അല്ല പറയുന്നത്, ആദ്യത്തെ 3 ചാപ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്ററാണ്. ഇനി സോഷ്യൽ സയൻസിൽ ഓക്കെ ആദ്യത്തെ 4 ചാപ്റ്ററാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ 4 ചാപ്റ്റർ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ പരിപാടി. ആദ്യത്തെ ഈ 4 ചാപ്റ്റർ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് മക്കൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഏറ്റവും ടഫായ സബ്ജക്റ്റുകൾ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ടഫ് സബ്ജക്റ്റുകൾ നിങ്ങൾ ഏതാന്നുള്ളത് ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടഫ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഈ ടഫ് സബ്ജക്റ്റ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് ടഫ് സബ്ജക്റ്റ്. ഇനി എത്ര ഡേയ്സ് നിങ്ങൾക്ക് എക്സാമിനുണ്ടെന്ന് നോക്കി വെക്കുക. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് 13 നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ദിവസം ഉണ്ട് നോക്കിക്കുക. ആ 30 ദിവസത്തിൽ ഈ ടഫ് സബ്ജക്റ്റിന് എത്ര സമയം മാറ്റി വെച്ചാലാണ് ഞങ്ങൾക്ക് കിട്ടുക. അപ്പോൾ മക്കൾ ഈ 30 ദിവസത്തിന് തന്നെ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകൾ ഉണ്ടോ പഠിക്കാൻ, അത്ര സബ്ജക്റ്റുകൾക്ക് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5 സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. 5 സബ്ജക്റ്റ്. ആ 5 സബ്ജക്റ്റിൻ്റെ 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് എത്ര ദിവസം വെക്കാം? ഒരു 6 ദിവസം വെക്കാം. അപ്പം ഞാൻ പറയുന്നത് ആ 5 സബ്ജക്റ്റിൽ തന്നെ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ളതായിരിക്കുമല്ലോ മാത്സ്. അപ്പോൾ ആ മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 8 ദിവസം കണ്ടെത്തുക. ഉള്ളതിൽ ഏറ്റവും ഈസിയായ സബ്ജക്റ്റ് ഏതായിട്ടാണോ തോന്നുന്നത് അതിന് കുറച്ചൊരു 6 ദിവസം എന്നുള്ളതിന് കുറച്ചിട്ട് ഒരു 4 ദിവസമാക്കി കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് സെറ്റാക്കി വെക്കാം. മനസ്സിലാക്കേണ്ടത് പറയുന്നത് മക്കളെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓണം എക്സാമിനുകൾ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്സ്. നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള നോട്ട്സ്. അതിൻ്റെ കൂടെ തന്നെ PYQ കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കുക. എന്താണ് സാറേ PYQ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സാറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ വർഷത്തൊന്നും ഉണ്ടാവില്ലടാ. നമ്മുടെ ഇപ്പോൾ ഓണം എക്സാമിൻ്റെ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ മതി. ഓണം എക്സാമിന് കഴിഞ്ഞ വർഷത്തോ പിന്നെ അതുപോലെ തന്നെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ നമ്മുടെ എവിടെ ഉണ്ട്? ഈ സൂപ്പർ ബാച്ചിലുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർ ബാച്ചിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താം? സൂപ്പർ ബാച്ചിന്റെ രജിസ്ട്രേഷനിലേക്ക് എത്താം. രജിസ്റ്റർ ചെയ്തിട്ടോളൂ മക്കളെ, 1 രൂപ നിങ്ങളുടെ അടുത്ത് പോകില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് സൂപ്പർ ബാച്ചിന്റെ കാര്യത്തിലേക്ക്. ഓക്കെ. അപ്പോൾ ഈ PYQ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക PYQ. എന്നിട്ട് പിന്നെ മക്കളെ നിങ്ങൾ ലാസ്റ്റ് 5 ഡേയ്സ് എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് 5 or 6 ഡേയ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും കൂടി റിവിഷൻ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. ലാസ്റ്റ് 5 ഡേയ്സിൽ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മക്കളെ, ക്വസ്റ്റ്യനിലൂടെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ കണ്ടന്റ് അതേപോലെ പഠിക്കാന്നുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റർ വൈസുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചതും സ്കൂളിൽ നിന്ന് തന്നതും നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ തരുന്നതും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ഇതാണ് മെയിൻ നോക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ? പിന്നെ മക്കളടുത്ത് എന്ത് വേണം? ഒരു ചാപ്റ്റർ ലിസ്റ്റ് കൃത്യമായിട്ട് വേണമെന്ന് പറഞ്ഞല്ലോ. കൃത്യമായിട്ട് എന്ത് വേണം? ചാപ്റ്റർ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ? കൃത്യമായിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞു? ഒരു ചാപ്റ്റർ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ആ ചാപ്റ്റർ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ചാപ്റ്ററുകളിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള. കൃത്യമായിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് ഓണം എക്സാമിന് സെറ്റാക്കാൻ പറ്റും.
ഇതെന്നാണ് എനിക്ക് പല കുട്ടികളും പറഞ്ഞത്. ഏറ്റവും ടോപ്പറായ നമ്മുടെ സൂപ്പർ ബാച്ചിലുള്ള കുട്ടികളോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ മക്കൾ ചെയ്യേണ്ട ആദ്യം എന്ത് ചെയ്യുക, എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്, ഈസി ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദിവസങ്ങൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് കൂടി എന്ത് ചെയ്യാൻ മതി, ഉറപ്പ് വരുത്തിയാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓണം എക്സാമിന് ക്ലാസ്സിലെ ഏറ്റവും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. സെറ്റാക്കണം. നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഓണം എക്സാമിന് നിങ്ങളെ ഒപ്പത്തിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടായിരിക്കും. താങ്ക്